എന്തുകൊണ്ടാണ് TKO റോമൻ റീൻസിന് $15 മില്യൺ നൽകാത്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു WWE ആരാധകരാണ് തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂൾ അപ്ഡേറ്റ്സ് പെട്ടെന്ന് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് റോമൻ റീൻസ് TKO ഒരു കോൺട്രാക്ട് ഇഷ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്താണ് ഞാനൊരു കാര്യം കാണുന്നത്. അതായത് കഴിഞ്ഞ 6 മാസമായിട്ട് റോമൻ റീൻസ് WWEയുടെ 9 ഷോകളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതായത് 58 ഷോസോളം WWEക്ക് ഈ ഒരു 6 മാസം ഉണ്ടായിരുന്നു. സോ ആ ഒരു 52 ഷോസിൽ ഒരു 9 ഷോ മാത്രമാണ് റോമൻ റീൻസ് പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ 4 റോയും 3 സ്മാക്ക് ഡൗണും അതുപോലെ തന്നെ 2 പേപ്പർ വ്യൂസും, 1 റോയൽ റംബിളും 1 റസൽമേനിയുമാണ്. സോ അല്ലാതൊരു പേപ്പർ വ്യൂസിലും അദ്ദേഹം പങ്കെടുത്തത്. ടോട്ടലി ഒരു ഷോ എപ്പിസോഡിലാണെങ്കിൽ, അതായത് ഈ റോ സ്മാക്ക് അത് 7 എണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി 2 എണ്ണം PLE ആണ്. സോ ഇത്രയും കുറവ് ഷെഡ്യൂൾ വരുന്നൊരു വ്യക്തിക്ക്, കഴിഞ്ഞ 6 മാസമായിട്ട് ഇത്രയും കുറവ് ഷെഡ്യൂൾ വരുന്നൊരു വ്യക്തിക്ക് എങ്ങനെ 15 മില്യൺ കൊടുത്താൽ അവർക്ക് വർത്താകുമോ? അത് നിങ്ങൾ തന്നെ ഒന്ന് പറയുക. സോ എന്തായാലും ഈ ഒരു കോൺട്രാക്റ്റ് അവർ നൽകാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പിന്നെ നമ്മൾ പറയാം റോമൻ റീൻസ് അത്ര വാല്യൂ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു പകുതിയെങ്കിലും എപ്പിസോഡാണെങ്കിൽ അല്ലേ, ഒരു 58ൻ്റെ പകുതി, ഒരു 26 എപ്പിസോഡ് അല്ലെങ്കിൽ 27-28 എപ്പിസോഡെങ്കിലും അദ്ദേഹം ടീമിൽ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ WWE ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ബട്ട് ഇത് കുറച്ച് കുറവാണ്, 9 എന്നൊക്കെ പറയാം. അതിന് 2 എണ്ണവും PLE ആണ്. സോ നിങ്ങളൊന്ന് ഓർക്കുക, TKO പറഞ്ഞിട്ട് കാര്യമില്ല.